എല്ലാ പ്രൊഫഷനും അതിൻ്റേതായ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് വേണം. ഇപ്പോൾ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ വാട്ട് എവർ കസ്റ്റമർ സേസ് ഇസ് റൈറ്റ്, ഓർ ലൈക്ക് എന്താ പറയുക, കസ്റ്റമർ ഈസ് ദ കിങ്, വാട്ട് എവർ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഒരു സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഒരു പ്രൊഡക്റ്റ് വിൽക്കാനാണെങ്കിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. അവിടെ ഇപ്പോൾ ഇതേപോലെ ഒരു കസ്റ്റമറാണ് വന്ന് തെറി വിളിക്കുന്ന പോലെ, ഇപ്പോൾ തെറിയല്ല, ഇപ്പം നിൻ്റെ കാര്യത്തിൽ ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് തെറി വിളിക്കുകയാണ്, ഈവൻ ഇഫ് ഇറ്റ്സ് അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും നീ ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ പോകുന്നൊരു കസ്റ്റമറാണ്, അവിടെ നീ എങ്ങനെ പെരുമാറും? നിൻ്റെ ഈഗോ മുന്നിൽ വെച്ചുകൊണ്ട് നീ എന്നെ തെറി വിളിച്ചു, എനിക്ക് നിൻ്റെ കച്ചവടം വേണ്ട എന്ന് പറഞ്ഞു വിടുമോ, അതോ നിങ്ങളാണ് ശരി, ഞാൻ അതിനൊരു പരിഹാരം ഉണ്ടാക്കാം, നമുക്കതൊരു അല്ല ഞാൻ ഇപ്പം ഇതിൽ ഞാൻ ഇത് പറഞ്ഞുതരാം, ഭാഷ പറഞ്ഞാൽ ഇത് കറക്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് അനിൽ ബാലകൃഷ്ണൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്തേ. അനിൽ ബാലകൃഷ്ണൻ്റെ 2 മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അയാളെ റൂം വായിച്ചിട്ട് അവരെ എംപവർ ചെയ്യുന്ന രീതിയിൽ ചെയ്തില്ല. 2 ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് റിയാക്ട് ചെയ്യേണ്ട രീതിയിൽ അയാളുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് അല്ലായിരുന്നു. ഹി ബിക്കെയിം ഡിഫെൻസീവ് ഇൻസ്റ്റെഡ് ഓഫ് അപ്പോളജൈസിങ്. അല്ലെങ്കിൽ അത് ആ സിറ്റുവേഷൻ ഡി എസ്കലേറ്റ് ചെയ്യുന്നതിന് പകരം പുള്ളി അത് എസ്കലേറ്റ് ചെയ്തു. അപ്പോൾ അയാളുടെ പരിപാടി തീർന്നു. ഇനി ആശാൻ പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇതിൻ്റെ സദസ്സിലിരിക്കുന്ന ആൾക്കാർ അവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇയാളുടെ പരിപാടി ഇപ്പോൾ ഇയാൾ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു, ബട്ട് നമ്മളത് ഈഗോ ആയിട്ട് എടുക്കാണ്ട് അയാൾക്ക് പറയാനുള്ളത് മൊത്തം കേട്ട് നോക്കാം. ചിലപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോഴായിരിക്കും ആൾക്കാർക്ക് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നത്. കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി കഴിയുമ്പോൾ, വാല്യൂ കിട്ടിക്കഴിയുമ്പോൾ ഈ പറയുന്ന മൈനർ പീസസ് ഒന്നും മേ ബി ഇറ്റ് ഡസൻറ്റ് റിയലി. ഇൻ ബിസിനസ് ഒരുപാട് കാര്യങ്ങൾ പേഴ്സണലായിട്ട് എടുക്കരുത്. ഇഫ് യു ആർ ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ, ഈ ബിസിനസ്സിൽ സക്സസ് ഉണ്ടാവില്ല. റൈറ്റ്? ഈ പറഞ്ഞ പോലെ അയാൾ ആ ഒരു ഇതിൽ അയാളുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് പറഞ്ഞു, അത് നമ്മൾ പേഴ്സണലായിട്ട് അവിടെ ഇരിക്കുന്ന ആൾ പേഴ്സണലായിട്ട് എടുത്ത് അയാൾ പറയുന്ന ആ നെഗറ്റീവ് വേർഡ്സിനെ മാത്രം കേട്ടുകൊണ്ട് അത് നമ്മൾ ഈഗോസ്റ്റിക് നമ്മുടെ ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന പോലെ പേഴ്സണലായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അവിടെ റിയാക്ട് ചെയ്തത്. അതല്ല, ഇഫ് ദേ സീ പാസ് ദാറ്റ് ആൻഡ് എനിവേ ഹീസ് എ കോച്ചിങ് ആളല്ലേ, ഇഫ് ഹീസ് ട്രൈങ് ടു കൺവേ എ മെസ്സേജ് ഓർ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പകരം ഇയാൾ എന്നെ ഇങ്ങനെ പറഞ്ഞു, അതെന്നെ പേഴ്സണലി എൻ്റെ ഈഗോനെ ഹേർട്ട് ചെയ്യും. അവിടെ വേറെ ഒന്നുമില്ല, അവരുടെ ഈഗോ തന്നെയാണ്. അവർ പറയുന്നത് എന്താ, അവരതിൻ്റെ അകത്ത് പറയുന്ന ഡയലോഗ്, ഇവിടെ ഇരിക്കുന്ന ബിസിനസ്സുകാരെ എല്ലാവരും നിങ്ങൾ താഴ്ത്തി പറയാണ്. ഇറ്റ്സ് എ പേഴ്സണൽ അറ്റാക്ക് പോലെയാണ് അവർ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് അബൌട്ട് ദ people, I mean the person, okay, every individual person. Even he's a good salesman, he's a good coach, but he's not good with these type of things, like അല്ലടാ ആശാൻ പറഞ്ഞത് അവനെ പറ്റിയല്ല, like generally അല്ലല്ല ആശാൻ പറഞ്ഞത് സദസ്സിലിരിക്കുന്ന ഓഡിയൻസിനെ പറ്റിയാണ്. ഓഡിയൻസിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. അതായത് ഈ ഓഡിയൻസ് എല്ലാം ബിസിനസ്സുകാരല്ലേ, ഈ ഓഡിയൻസ് അല്ലേ, കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ബിസിനസ്സുകാരല്ലേ. അവരിവിടെ കോച്ചിങ്ങിന് വന്നിരിക്കുമ്പോൾ ഇവൻ പറയുന്ന കാര്യങ്ങൾ മൊത്തം കേട്ട് കഴിയുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവത്തുള്ളൂ. ചിലപ്പോൾ അവർക്ക് ഈ മൊത്തം കേട്ട് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള വാല്യൂ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നടക്കുമ്പോൾ ഇംപേഷ്യൻ്റ് ആയിട്ട് പെട്ടെന്ന് ഈഗോനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എടുക്കാണ്ട്, ഇപ്പോൾ ആ മെസ്സേജ് മൊത്തം ഒന്ന് കേട്ട് നോക്കാം, ഇവൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാമ്പുണ്ടോ എന്ന് നോക്കാം. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവൻ ഇവിടെ വന്നിട്ട് ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മളെ 10 തെറി വിളിച്ചിട്ട് ഇവൻ വെറുതെ പോവാന്ന് കണ്ടു കഴിഞ്ഞാൽ കാര്യമുണ്ട്, പറഞ്ഞു കഴിഞ്ഞായിരുന്നെങ്കിൽ ഓക്കെ. ബട്ട് ചിലപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ പറയാൻ തോന്നത്തില്ലായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ചാൻസ് അവർക്ക് തന്നെ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ ലാക്ക് ഓഫ് സ്ട്രെസ് ടോളറൻസ്, അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഈ പറയുന്ന സംഭവം ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവ് കേടും കൂടിയല്ലേ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് അവരുടെ കൺസ്യൂമേഴ്സിൻ്റെ മുമ്പിൽ. കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കേൾക്കാൻ ഉള്ള തുറന്നു മനസ്സില്ലായ്മയല്ലേ അവർ കാണിക്കുന്നത്. ഇപ്പം രണ്ടിടത്തും പ്രശ്നമുണ്ട്. നീ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലായിരുന്നു എന്നോട്, when we are discussing about this topic, ഒരാൾ the same thing he does that, like ഒരു ഇംഗ്ലീഷുകാരൻ വെള്ളക്കാരൻ ചെയ്യുന്ന, he used the same kind of method for like ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇൻസൾട്ട്സ് വരും, പക്ഷേ ഇത് വരും, ബട്ട് ഇവൻച്വലി ഹി ഈസ് ഗിവിംഗ് എ കോച്ചിങ്. ഞാൻ ഗ്രാൻഡ് കാർഡിന്റെ എക്സാമ്പിൾ പറഞ്ഞില്ല, അഗ്ലി ഫേസ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. എക്സാക്ട്ലി. സോ ബേസിക്കലി ഹി ഈസ് ഗിവിംഗ് എ കോച്ചിങ്. പക്ഷേ അവന്റെ അടുത്ത് ഒരുത്തനും എണീറ്റ് നിന്നിട്ട് ഗുണ പറയത്തില്ല. ബട്ട് see, when we are talking about the audience, there is difference, because ഗ്രാൻഡ് കാർഡോൺ സംസാരിക്കുന്നത് വെള്ളക്കാരുടെ അല്ല, അവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്ന എംപ്ലോയീസിന്റെ അടുത്ത് ഇരുന്നിട്ടായിരിക്കും. അല്ല
ഒബ്വിയസ്ലി അവനേക്കാൾ താന്ന ആൾക്കാരുടെ അടുത്ത് നിന്നിട്ടായിരിക്കില്ലേ? അതേടാ അല്ലേ? ബിസിനസ്സിലാ, ബിസിനസ്സിൽ ഐ മീൻ മണി വൈസ്, ബിസിനസ് വൈസ്. പക്ഷെ അവൻ സംസാരിക്കാൻ പോയത് ഒരു ക്ലബിലാ. അല്ല, അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് ഇപ്പം ഈ പറഞ്ഞ സംഭവം ഈഗോ സംഭവം ഐ തിങ്ക് ദാറ്റ്സ് പാർട്ട് ഓഫ് അവർ കൾച്ചർ. നമ്മുടെ കൾച്ചറിന്റെ ഒരു വലിയൊരു നല്ല വശമുണ്ട്. ഞാനിപ്പോ ഈഗോ സൈഡാ പറഞ്ഞേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബിലുള്ള ഒരുത്തൻ ഒരു കിടിലൻ ബിസിനസ് ക്ലബ് ഒബ്വിയസ്ലി ആ നാട്ടില് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കാശുള്ള, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ചേരുന്ന ഒരു ക്ലബ്ബായിരിക്കും. അവിടെ ഇവനെ പോലെ ഒരുത്തം വന്നിട്ട് ബിസിനസ്സുകാരെല്ലാം തെണ്ടുകളാണോ എന്ന് അവന്മാരുടെ മുഖത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിയോ? അല്ലടാ, ഞാൻ പറഞ്ഞത് പൊളിയുന്നത് എന്തുകൊണ്ടാ? പൊതുവെ അത് അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യുമ്പോഴാണ്. എക്സാക്ട്ലി. പൊതുവെ വൈ ഈസ് ദ ഈഗോ ഹേർട്ടിങ്? ബിക്കോസ് അല്ല, ജസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. ഗ്രാൻഡ് കാർഡിൽ ഇവിടെ നിന്ന് ഇത് ചെയ്യുമ്പോൾ പ്രശ്നമില്ലാത്തതും നാട്ടിൽ ഇവന് ഇതേ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നത്തെ പറ്റി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പം അതിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതും കൂടി ഇതിൻ്റെ ഒരു വേറൊരു എക്സാമ്പിൾ പറയാം, സ്മോൾ എക്സാമ്പിൾ പറയാം. ഈ സ്റ്റാൻഡപ്പ് കോമഡി നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലോ വിജയിക്കാത്തതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. ഇവിടുത്തെ സ്റ്റാൻഡപ്പ് കോമഡീസ് കണ്ടിട്ടില്ലേ? ഓഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവന്മാരെ എടുത്തിട്ട് നോക്കും. ലൈക്ക് മാക്സിമം ഓഫൻസീവ് ആയിട്ടുള്ള ജോക്സ് ഉണ്ടാവും, എല്ലാ രീതിയിലുള്ള ജോക്സും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ അത് അതിൻ്റെ ഒരു ഹ്യൂമർ സെൻസിലെടുക്കും. ദേ ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ് പേഴ്സണലി ഓർ ലൈക്ക് ഈവൻ റേസിസ്റ്റ് ജോക്സ് ആണെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞാൽ എന്ത് ജോക്ക് ആണെങ്കിലും അവിടെ അതിൻ്റെ പർപ്പസ് അറിയാം. ആ കോമഡീൻ്റെ അല്ലെ ആ ഒരു ടൈമിൻ്റെ ഒരു പർപ്പസ് അവിടെ വരുന്ന ഓഡിയൻസിനുള്ള ഒരു ബോധമുണ്ട്. അതായത് അതാണ് കൊമേഡിയൻ. ഇതിന്റെ ഇത് വേറെ വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ അല്ല, അത് ഞാൻ പറയാം. ഈ സെയിം സാധനം നാട്ടിൽ വർക്കാവില്ല, നാട്ടിൽ ഇന്ത്യയിലും അല്ല. ഞാൻ പറഞ്ഞ അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. അല്ല, ഇതെല്ലാം വിട്. നമ്മുടെ ഒരു സിമ്പിളായിട്ട് നമ്മുടെ ഒരു എല്ലാ ഇൻട്രാക്ഷൻസും ഇത് നോക്കണേ. ഇപ്പോൾ നമ്മുടെ ജോലി സ്ഥലത്തുള്ളൊരു ഇൻട്രാക്ഷനിൽ വരെ നമ്മുടെ ബോസ് നമ്മുടെ അടുത്ത് ചിലപ്പോൾ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറഞ്ഞത്, ബോസിൻ്റെ അടുത്ത് നമുക്ക് തിരിച്ച് പ്രതികരിക്കാനും ഇങ്ങനെയുള്ള രീതിയിൽ നിൽക്കാനുമായിരിക്കും. വെറുപ്പിക്കുന്ന രീതിയിൽ പെരുമാറാൻ നമ്മളിൽ പലവരും ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. നിനക്കതില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ പലർക്കും കുറച്ചും കൂടി അതായത് ഹാർഷായിട്ട് രീതിയിൽ തിരിച്ച് പെരുമാറാൻ തോന്നും അവിടെ ഒരു ഈഗോയിൽ, എല്ലാ ചെറിയ ഇൻട്രാക്ഷനിലും. പക്ഷേ അതേസമയം മിക്കവാറും വെള്ളക്കാരിൽ കണ്ടേക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒഫൻസീവായിട്ട് വെറുപ്പിക്കുന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യാണ്ട് നൈസായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹാൻഡിൽ ചെയ്യും. ഈഗോനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ. ഇപ്പം ഞാൻ പറയട്ടെ, ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ ബ്രോക്കറേജിൽ ഒരു തവണ ബ്രോക്കറേജിൽ എനിക്കുള്ള സ്പ്ലിറ്റിൽ ഞാൻ ഒരു 30% ബ്രോക്കറേജിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ ഫയൽ അണ്ടർറൈറ്റ് ചെയ്യാനും $300 കൊടുക്കണം. ഇപ്പോൾ ടെക്നിക്കലി ഞാനൊരു ഡീല് ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറഞ്ഞത്, ഒരു $500,000 ഒരു ഡീല് ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ 1% ബാങ്ക് എനിക്ക് തരുന്നതില്ലെങ്കിൽ അതിൽ 30% $1,500 ആർക്കാണ് പോകുന്നത്? ഇവർക്കാണ് പോകുന്നത്. പ്ലസ് ആ ഫയൽ അണ്ടർറൈറ്റ് ചെയ്തതിൻ്റെ 300 കൂടി പോകും. അത് കഴിഞ്ഞിട്ടുള്ള പൈസ എനിക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒരു ഫയൽ ഫെയിലായി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റിക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലയൻ്റ് അല്ലേ ഞാൻ, അവരെനിക്ക് ശമ്പളമൊന്നും തരുന്നില്ലല്ലോ. ഈ ഫയൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഞാനല്ലേ, ഞാൻ പോയി ഹണ്ട് ചെയ്ത് പിടിച്ചുകൊണ്ട് വരുന്ന ഫയലല്ലേ ഇത്. ഈ ഫയലിൽ എന്താ പറഞ്ഞത്, ഞാൻ അവർക്ക് അങ്ങോട്ട് പൈസയും കൊടുക്കുന്നുണ്ട്. സോ അവരെന്നെ പ്രോപ്പർലി സെർവ് ചെയ്യണ്ടേ. അപ്പം എനിക്ക് ചൂടാവാനുള്ള ഇതില്ലേ കസ്റ്റമർ എന്നുള്ള രീതിയിൽ. ഓക്കെ. പക്ഷേ അവിടെ ഞാൻ അരുൺചേട്ടൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ അരുൺചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്പുണ്ട്. എടാ, നീ അവിടെ പോയി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗേഴ്സ് ഗെയിം ആവും. അത് അങ്ങോട്ട് ഫിംഗർ പോയിന്റ്, ഇങ്ങോട്ട് ഫിംഗർ പോയിന്റ്, ഇങ്ങോട്ട് ഫിംഗർ പോയും. അത് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുക. അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഇങ്ങനെ ചോദിക്കുക, ഹൗ ക്യാൻ ഐ ഡു ബെറ്റർ? This happened this time, but how can I make sure this doesn't happen again? ക്ലയന്റിന്റെ അടുത്ത്, ബ്രോക്കറേജിന്റെ അടുത്ത്. അപ്പോൾ ബ്രോക്കറേജിന് എങ്ങനെയാണ് ക്യാൻസലേഷൻ വന്നതെന്നോ? ക്യാൻസലേഷൻ വന്നപ്പോൾ പക്ഷേ ബ്രോക്കറേജിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെന്ന് ബ്രോക്കറേജിന് അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവത്തില്ലേ? ഞാൻ ബ്രോക്കറേജിന്റെ മിസ്റ്റേക്ക് ആണെന്ന് പറയാണ്ട് തന്നെ ബ്രോക്കറേജ് അറിയാം.
പക്ഷെ നമ്മൾ പോയി ചോദിച്ചത് ഹൗ ക്യാൻ ഐ മേക്ക് ഇറ്റ് Better on my side. ഐ മേക്ക് ഇറ്റ് ബെറ്റർ. അപ്പൊ അവരെ പോയിന്റ് ഫിംഗർ ചെയ്യാണ്ട് ഇത് അവിടെ ഈഗോ നൈസായിട്ട് ബാക്ക് സീറ്റ് എടുത്തു. മറ്റേത് അതൊരു അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിഡിലൻ മെത്തേഡ്. അത് ലൈക്ക് നമ്മളിപ്പോ ഒരു നമ്മുടെ കൾച്ചറലി നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ഇങ്ങനെ പോകാനല്ല, പോയിന്റ് ഔട്ട് ചെയ്യാനാണ്. അത് നല്ല എഫക്റ്റീവാ. കാരണം നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇൻഡയറക്ട്ലി പറയും ചെയ്യും. അവർക്ക് ഇങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് ഒന്നും തരാനില്ലെങ്കിൽ they will think about why this has happened and they will fix it. So number but one, at the same time they will give something. Exactly. So number one, അനിൽ ബാലചന്ദ്രന്റെ കയ്യിൽ രണ്ട് രീതിയിൽ. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഡിയൻസിന് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തില്ല. രണ്ട്, ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയപ്പോൾ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം ഡിഫെൻസീവായി. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് അവരുടെ ഈഗോനെ ഫ്രണ്ടിലിരുത്തി. മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറിലും ഇങ്ങനെ ഒരു ഇൻസ്റ്റിങ്ക്റ്റിന്റെ പ്രശ്നം കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് വേറെ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. അത് നല്ലൊരു റാപ്പായിരുന്നു. സോ അങ്ങനെ അപ്പോൾ ടെക്നിക്കലി നമ്മുടെ കൾച്ചർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൾച്ചറിന്റെ ഒരു അതിനെന്താ പറഞ്ഞേ, കൾച്ചർ ഇങ്ങനെ കൊലച്ചു നിൽക്കും അതിന്റെ മുകളില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാത്തിന്റെയും മുകളിൽ. എന്തായി ടോപ്പിക് കഴിഞ്ഞോ? അത് അതിന്റെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ അനിൽ ബാല പുള്ളിയുടെ കയ്യിൽ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ പുള്ളി ഒന്ന് റൂമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തില്ല. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനൊരു സാഹചര്യം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം ഡിഫെൻസീവായിട്ട് ഇത് ചെയ്തു. പിന്നെ ആശാൻ ഇട്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേ എന്താ പറയുക, ഓഡിയൻസ് അവരുടെ ഈഗോ ഹൈലൈറ്റ് ചെയ്ത് നിർത്തി. ആ കണ്ടന്റിൽ നിന്ന് വാല്യൂ എടുക്കുന്നതിന് പകരം അവരുടെ ഈഗോനെ ഹേർട്ട് ചെയ്യാൻ അവരായിട്ട് അനുവദിച്ചു കൊടുത്തു, അവരെ പേഴ്സണലി എടുത്ത്. മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരം, നമ്മുടെ കൾച്ചറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും പറ്റുമ്പോൾ ഉടനടി ഡിഫെൻസീവ് ആവാൻ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കാനുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ് നമുക്ക് പലപ്പോഴും. അതെങ്ങനെ പ്രോപ്പറായിട്ട്, അതായത് ആരെയും ഉപദ്രവിക്കാണ്ട് ഒഫൻസീവ് അല്ലാണ്ട് എങ്ങനെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാന്നുള്ളൊരു തോട്ട് നാച്ചുറലി നമ്മൾ ചിന്തിക്കത്തില്ല. ഐ മീൻ എന്ത് പറഞ്ഞാലും അത് ഡിഫെൻസീവായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. ലൈക്ക് വി കനോട്ട് ഈവൻ സേ എനിത്തിങ്. അതിൻ്റെ അകത്തൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്തൊരു കാര്യം ചോദിക്കുക. ഇപ്പം ടേക്ക് ഇറ്റ് ആസ് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ ഞാൻ ഒരു സ്പെൻസറിൻ്റെ അടുത്ത് ചോദിക്കാം, സ്പെൻസർ എൻ്റെ ഫോൺ കണ്ടായിരുന്നോ? ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് സ്പെൻസർ എൻ്റെ ഫോൺ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ കണ്ടില്ലായിരുന്നു, നോക്കാം, ഇവിടെ എവിടെയെങ്കിലും തിരക്കി കാണുമായിരിക്കും. രണ്ടും രണ്ട് തരം ആൻസേഴ്സാണ്. രണ്ട് തരം ആൾക്കാർ രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ ആദ്യത്തെ ആളെയാണ് എനിക്ക് ഏറ്റവും ആദ്യം ഡൗട്ട് വരിക. അല്ലല്ല, ഡൗട്ട് നല്ല, അയാള് ഡിഫെൻസീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ഡിഫെൻസീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അവനെന്തിനാ അങ്ങനെ പറയുന്നത്? അല്ലടാ, അത് പറയട്ടെ, അത് ഡൗട്ട് തോന്നുന്നതിന്റെ അവൻ എടുത്തിട്ടില്ലായിരിക്കാം. പക്ഷേ ബട്ട് അവനോട് പെട്ടെന്ന് ഡിഫെൻസീവ് ആയത് അത് ഓൾറെഡി അത് ഉള്ളടക്കം കേൾക്ക്. അതായത് ഇപ്പൊ നീ ഒരാളുടെ അടുത്ത് ഒരാളുടെ അടുത്ത് പറയാണ്, ലൈക്ക് നീ എൻ്റെ ഫോൺ കണ്ടിരുന്നു, ഞാനിവിടെ വെച്ചിരുന്നു, ഫോൺ കണ്ടിരുന്നു. അവൻ ആദ്യം ചിന്തിക്കുന്നത് he might think like, oh, he's accusing me. Exactly, yeah. So people who think like that, അങ്ങനെ ചിന്തിക്കുന്നവർ പറയും ഞാനൊന്നും എടുത്തിട്ടില്ല, എനിക്കറിയില്ല. അഥവാ നീ വേറൊരാൾ ചിന്തിക്കാൻ കാരണം എന്തായിരിക്കും? സെക്കൻഡ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളോട് വേറൊരാളോട് വലിയ ഡിഫറൻസ് അതില്. നീ എൻ്റെ ഫോണിൽ കണ്ടിരുന്നു. സെക്കൻഡ് ആൻസർ ഈസ് ഇല്ലടാ ഞാൻ കണ്ടില്ല, ചിലപ്പോൾ ഈ റൂമിൽ നമുക്ക് നോക്കാം, ഇല്ല ഞാൻ കണ്ടില്ല. ഇവിടെ അത് എടുക്കുന്ന രീതിയാണ്. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നതും ഇല്ല ഞാൻ കണ്ടില്ലെന്ന് പറയുന്നതും ഭയങ്കര വലിയ ഡിഫറൻസ്. ഇല്ല, ഫോൺ കണ്ടായിരുന്നു നമുക്ക് ചോദിക്കാലോ, ഒറ്റ ചോദ്യം. ഇപ്പം ഞാനിങ്ങനെ ചോദിക്കും, നമ്മളിപ്പോ ഒബ്വിയസ്ലി നമുക്കിപ്പോ ഒരാളുടെ അടുത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് ഇല്ല, നമുക്ക് പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് ആരെയും സംശയമില്ല, നമ്മൾ ചോദിക്കുക നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ. പക്ഷെ ആ സിറ്റുവേഷനിൽ രണ്ട് ഉത്തരവും കിട്ടും. അങ്ങനെ പറയുന്ന ഒരാള് നോർമലി തിങ്ക് ചെയ്യുന്നത് ഡിഫെൻസീവ് ആയിട്ടായിരിക്കും. അതായത് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ ചെയ്തിട്ടില്ല, നിങ്ങൾ എന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? മനസ്സിലായി? അതായത്
ചെറിയ കാര്യമാണ്. ഇവൻ പറഞ്ഞതിന് മറ്റേ ചോദ്യത്തിന് ഉത്തരം, അതായത് എങ്ങനെ ചോദിച്ചാലും രണ്ട് രീതിയിൽ ചോദിക്കും ടോണില്, പക്ഷെ എങ്ങനെ ചോദിച്ചാലും അവരങ്ങനെ ഉത്തരം പറയും. എനിക്ക് എന്റെ ഇതിൽ കോൺഫിഡൻസ് ഉണ്ട്. ലൈക്ക് ഞാൻ ചെയ്യാത്തൊരു കാര്യം, ഐ ഡോണ്ട് ഹാവ് ടു തിങ്ക് ദിസ് പേഴ്സൺ ഈസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് നമ്മൾ തിരിച്ചെത്തി. ഡിഫറെന്റ് ആൾക്കാരോട് നമുക്ക് ഡിഫറെന്റ് രീതിയിൽ സംസാരിക്കണം. ഈവൻ ദോ വി ആർ ദ സെയിം സ്പീഷീസ്. ലൈക്ക് നമ്മൾ എൻ്റെ ഫോൺ കണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ഞാനൊന്നും സോ എല്ലാവരും എല്ലാത്തിനോടും റിയാക്ട് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം. നൗ വി നോ. ലൈക്ക് ഓരോ ആൾക്കാരും ഓരോ സിറ്റുവേഷനോടും ഓരോ ഇതിനോടും റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് അവരത് മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് പീപ്പിൾ ആൻഡ് ഹൗ ദേ തിങ്ക് അല്ലേ, ഹൗ ദേ റിയാക്ട്, ഹൗ ദേ റിയാക്ട് ടു അപ്പോൾ ആ ഒരു അതായിരിക്കും ഫസ്റ്റ് തിങ്ക് വരുന്നത്. എങ്ങനെ ഇപ്പൊ നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ചിന്തയിൽ എങ്ങനെ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ വേറൊരു രീതിയിൽ വേണം സംസാരിക്കാൻ. നമ്മൾ ഒത്തിരി ജനറിക് ആയി പോവാ. കാരണം നമ്മളൊരു സർക്കംസ്റ്റൻസിനെയാണ് അനലൈസ് ചെയ്തത്. ഇപ്പൊ നമ്മൾ സർക്കംസ്റ്റൻസിനെ അല്ല അനലൈസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് പീപ്പിളിന്റെ ബിഹേവിയർ ആ ഒരു രീതിയിൽ ഒന്ന് ബ്രോഡായിട്ട് നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ഞാനിപ്പോ ചെറിയൊരു എക്സാമ്പിൾ ഇട്ടുന്നേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, കുറച്ച് ജനറൽ ആയിട്ട് പറഞ്ഞു. ഐ വിൽ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം ഈ പറഞ്ഞ ടോപ്പിക്കുകളിലൊക്കെ കൾച്ചറാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ആൻഡ് വി ആർ സെയിങ് ദാറ്റ് ദീസ് ആർ ദ തിങ്സ് വിച്ച് വി ലാക്ക് ആൻഡ് ദീസ് ആർ ദ തിങ്സ് വിച്ച് ദി സർട്ടൻ അതർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹാവ്. ആൻഡ് ഒബ്വിയസ്ലി രണ്ട് ഭാഗത്തും അതും ഇതൊക്കെ ഉണ്ടാവും. സോ ഈ പറഞ്ഞ പോലെ നമ്മളിത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കൾച്ചർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്കഷനാണ് കൊണ്ടുവരുന്നെങ്കിൽ ആക്ച്വാലിറ്റി ഈ പറഞ്ഞ കൾച്ചർ നമുക്കത് ഇതിൽ ഡിഫറൻസസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? അഥവാ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഡു യു തിങ്ക് ഇറ്റ് വിൽ ബി ബെറ്റർ ഓർ അത് രണ്ട് ക്വസ്റ്റ്യൻ. അനദർ ക്വസ്റ്റ്യൻ ഈസ്, ഈ പറഞ്ഞ പോലെ രണ്ട് കൾച്ചറിലുള്ള ഡിഫറൻസിൽ ഡു യു തിങ്ക് വൺ ഈസ് ബെറ്റർ ദാൻ അതർ ഇൻ എ കറന്റ് സ്റ്റേറ്റ്? I do think one is better than the other based on my personal experiences. പക്ഷേ if you put that frog from that culture and put it here, he will think that culture is better than this. If you put a frog from here into that culture, he will think his culture is better than this. So no, based on people, no matter things what are different. anyone think about this. നാട്ടിൽ നമ്മുടെ ഒരാൾ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഓ ഇവിടുത്തെ കൾച്ചർ ഇങ്ങനെ, നാട്ടിൽ തന്നെയായിരുന്നു ഭേദം. ഇവിടുന്ന് ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്പെൻസൺ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നാട്ടിലെ കൾച്ചറെ അഡാപ്റ്റ് ചെയ്യുക, നാട്ടിൽ അതുപോലെ ജീവിക്കുക. ഇവിടുത്തെ കൾച്ചർ പ്രശ്നമുണ്ട്. ഐ വുഡ് സേ സ്റ്റേ ഹൂ യു ആർ. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം, നമ്മൾ കൾച്ചർ അഡാപ്റ്റ് ആവുമ്പോൾ നൗ ഇതൊരു കാലാവസ്ഥ പോലെ അല്ല. ഐ മീൻ ഇറ്റ്സ് എ ബിഗ് തിങ്. നമ്മളത് കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് അഡാപ്റ്റ് ആവാൻ ഒരു ഓപ്പൺനെസ്. ഇതിനകത്ത് കൾച്ചർ അഡാപ്റ്റ് ആവുമെന്ന് പറയുമ്പോൾ നാട്ടിൽ നമ്മൾ ചെറുപ്പത്തിൽ മാതാപിതാക്കളെ നോക്കി, അല്ല മാതാപിതാക്കളെ നമ്മൾ നോക്കി, ഭാവിയിൽ അവരെ നമ്മൾ നോക്കി, അങ്ങനത്തെ കൾച്ചർ അല്ല ഞാൻ സ്പെസിഫിക്കലി പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് നാട്ടിൽ നമ്മൾ പുറത്തു പോകുമ്പോൾ ചിലപ്പോൾ പ്ലാസ്റ്റിക് റോട്ടിൽ വലിച്ചെറിയും. ഇവിടെ വരുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് റോട്ടിൽ. But what is the point if you are doing something here and entirely opposite when we go there? It's not the same person. He's just acting. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന ബാഡ് എക്സാമ്പിൾ ആയിരുന്നു. Let me give you another example. Okay, നമ്മളൊരു ക്യൂവിൽ പോയിട്ട് ലൈനിൽ നിൽക്കുന്നത്, നാട്ടിൽ നീ ക്യൂവിൽ പോയിട്ട് എല്ലാവർക്കും യു ക്യാൻ ഗോ ഹെഡ് എന്ന് പറഞ്ഞ ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് അന്ന്. ആ ഒരു പോയിന്റ് ആണ് ഞാൻ. So that is coming back to the point where we just discussed. When we are with people. അല്ലടാ, ഇപ്പം നമ്മൾ ഇപ്പം ആശാൻ പറഞ്ഞത്, ആശാന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി പുള്ളി ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൾച്ചർ ഇങ്ങനെ അഡാപ്റ്റായി അതങ്ങനെ വന്നു കഴിയുമ്പോൾ അത് നല്ലതാണോ സമൂഹത്തിന്? അങ്ങനെയല്ലായിരുന്നു നിങ്ങളുടെ ചോദ്യം. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഏത് കൾച്ചർ? രണ്ടാമത്തെ ചോദ്യം എന്താ? ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താ, നമ്മുടെ കൾച്ചറിൽ വരുന്ന കുറവുകൾ, അല്ലെങ്കിൽ നമ്മളത് ഡിഫറെൻറ്റ് കൾച്ചറിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ. we are literally saying like this particular culture has more benefits than what our culture has. Okay. As we discussed right now, right?
ഈവൻ മെൻറ്റാലിറ്റിൻ്റെ കാര്യത്തിലാണ് വാട്ട് എവർ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സക്സസ്ഫുള്ളി ഈ ഒരു കൾച്ചറിൻ്റെ നല്ല ഗുണങ്ങൾ ഇപ്പുറത്തും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ?